ഹലോ ഗൈസ്, ഇന്നത്തേത് ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ 2 ഫിയാമ സോപ്പ് എടുത്തിട്ടുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുന്തിരിക്കൊല സോപ്പാണ്. അപ്പോൾ എടുത്തു വെച്ച സോപ്പ് ഇതേപോലെ ചെറുതാക്കി കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ബാക്കി വന്ന കുറച്ച് മുന്നേ ഉണ്ടാക്കിയിരുന്ന കുറച്ച് സോപ്പിൻ്റെ കഷ്ണങ്ങളാണ് യൂസ് ചെയ്തിരുന്നത്. അതാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഒരു പാത്രത്തിലേക്ക്. എന്നിട്ട് ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഗ്യാസ് സ്റ്റൗവിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ പാത്രം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. നമ്മുടെ സോപ്പൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമ്മുടെ മോൾഡ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ത്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരറ്റം ഞാൻ 3 കെട്ടായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് നീളത്തിൽ വേണം ഈ ത്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടത് മോൾഡിൻ്റെ ഹോളുള്ള ടൈപ്പിലേക്ക് ഇറക്കി കൊടുത്തെടുക്കുക. അപ്പോൾ നമ്മളെ ഒരു ഭാഗം മോൾഡ് റെഡി ആയിട്ടുണ്ട്. അതേപോലെ സോപ്പ് നല്ലതുപോലെ മെൽറ്റായി വരുന്നുള്ളൂ. അപ്പോൾ അത് മെൽറ്റാക്കി എടുത്തതിന് ശേഷം ചൂടോടുകൂടി തന്നെ നമ്മൾ ഇതേപോലെ മോൾഡിലേക്ക് നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതായത് ഇത് ഫുള്ളാവുന്ന പോലെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഭാഗം ഫുള്ളാവണ്ട. എന്നിട്ട് നമ്മുടെ നൂലുള്ള ഭാഗം അതിലേക്ക് നല്ലതുപോലെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇനി ഇത് 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 1 മണിക്കൂറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോൾഡ് സിലിക്കോണാണ്, അതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഊരിയെടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് ഓരോന്നായിട്ട് ഞാൻ ഇത് വിടർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിടർത്തിയെടുക്കുമ്പോൾ ബാക്കി വന്ന സോപ്പിൻ്റെ കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ ഒരു കത്രിക വെച്ചിട്ട് ഷേപ്പാക്കി എടുക്കാം. അങ്ങനെ ഞാൻ എല്ലാതും ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് ഓരോന്നായിട്ട്. അപ്പോൾ ഇതേപോലത്തെ ത്രെഡാണ് ഞാൻ യൂസ് ചെയ്തത്. ഇനി 3 സോപ്പ് ബോൾ വെച്ച് നമുക്കിത് ഓരോ കൊലകളാക്കിയിട്ട് എടുക്കാം. സെൻറ്ററിൽ ഒന്ന് താഴേക്കായിട്ടും ബാക്കി 2 സൈഡിലേക്കായിട്ടും മേലേക്കായിട്ടും നിൽക്കുന്ന രീതിയിൽ. അപ്പോൾ എല്ലാം ഞാനിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോരോ കൊലകളാക്കിയിട്ട് സൈഡിലാക്കിയിട്ട് ഇങ്ങനെ ഇതേപോലെ കെട്ടിയെടുക്കുക. സൈഡിൽ ആദ്യം ഒന്നെടുക്കുക, എന്നിട്ട് അതിൻ്റെ സൈഡിലേക്ക് കെട്ടിക്കൊടുക്കുക. എന്ന പോലെ ഇത് ഓരോന്ന് ചെയ്ത് കൊടുക്കുക. എല്ലാം കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ലുക്ക് ഇതൊരു മുന്തിരിക്കൊല ഷേപ്പിൽ ആയി കിട്ടും. ഈ സോപ്പുകൾ നമ്മൾ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് കെട്ടി വരികയാണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് അതൊരു മുന്തിരി ഷേപ്പായി കിട്ടുക. അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ നമ്മളത് ശ്രദ്ധിച്ച് കെട്ടുക. ബാക്കി വരുന്ന ത്രെഡ് നമുക്ക് ഇതേപോലെ ടാപ്പിലൊക്കെ ഹാങ് ചെയ്ത് വെക്കാനുള്ള ഒരു ഹോളാക്കി എടുക്കണം. അപ്പോൾ ഞാൻ സോപ്പ് ഡയറക്റ്റ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ ഇത് ബേസ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് സോപ്പ് ഉപയോഗിച്ചിരുന്നുള്ളൂ. ഇത് ഞാൻ മുന്നേ ഉണ്ടാക്കിയതാണ്. ഇത് വീട്ടിൽ കിച്ചണിൽ ഇതേപോലെ ഹാങ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നമുക്കിത് ബാത്റൂമിലും യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക. താങ്ക്